അരിപ്പൊടിയും വേണ്ട, അതുപോലെ തന്നെ തലേന്ന് അരി കുതിർത്ത് വെക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നമ്മളെ വീട്ടിൽ മൈദ ആട്ടയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഈസി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പുഴുങ്ങലരി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് അമർത്തി കൊടുക്കണേ. എന്നാലാണ് ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കാണും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ പുഴുങ്ങലരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 1 കപ്പ് പുഴുങ്ങലരി കൊണ്ടാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. എനിക്ക് ഇത്രയും മതിയാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി കുറച്ചൊക്കെ കൊടുക്കുക. ഇതിപ്പം പൊന്നിയരിയാണ്, നമ്മുടെ സാധാ ചോറ് വെക്കുന്ന അരിയില്ലേ, ഈ ഒരു അരിയാണ്. നിങ്ങൾക്ക് റേഷൻ കടയിലത്തെ അരി വേണമെങ്കിൽ വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. പിന്നെ എന്നോട് ആരോ ചോദിച്ചിരുന്നു മൂടരി എന്താണെന്ന്. നമ്മൾ ഇതിന് മൂടരി എന്നും പറയും, അതുപോലെ തന്നെ പുഴുങ്ങലരി എന്നും പറയും കേട്ടോ ഈ ഒരു ഭാഗത്ത്. പിന്നെ ഈ ഒരു അരി ഞാൻ തലേന്നൊന്നും കുതിർത്ത് വെക്കുന്നില്ല, രാവിലെ എഴുന്നേറ്റിട്ട് സാധാരണത്തേനോട്ട് കുതിർത്ത് വെക്കുകയാണ് കേട്ടോ. ഇത് അധികം നേരമൊന്നും കുതിർത്ത് വെക്കണ്ട, ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് തന്നെ കുതിർന്ന് വരും. അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതാ വെള്ളം ഒന്ന് തിളയ്ക്കാനായാൽ ആ വെള്ളത്തിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതേപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അതൊന്ന് മൂടി വെക്കുക കേട്ടോ. ഒന്ന് തിളപ്പിക്കുക, നല്ലോണം തിളയ്ക്കേണ്ട, വെട്ടി തിളയ്ക്കേണ്ട. ഒരു സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് തിള വരികയല്ലോ, അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെക്കാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഞാനിത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിതാ സൈഡ് ഭാഗമൊക്കെ തിളച്ച് വരുന്ന നിങ്ങൾ കാണുന്നില്ലേ, ഇതേപോലെയാണ് നമുക്ക് വേണ്ടത്. ഇതാ സൈഡ് ഭാഗം. ഇനിയിപ്പോൾ ഞാൻ ഇത് തിളപ്പിക്കുന്നൊന്നുമില്ല. ഇതിനിപ്പോൾ ഞാനിത് എന്താക്കുക, മൂടി വെക്കുന്നുണ്ട്. നല്ലോണം അടച്ച് തന്നെ മൂടി വെക്കാൻ ശ്രദ്ധിക്കുക. ഇത് മൂടി വെക്കുന്ന വീഡിയോ എന്നോട് ക്ലിപ്പ് വിട്ടു ഏതാന്ന് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ വേണമെങ്കിൽ ഒരു കനം വെച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ വെക്കട്ടോ. മൂടി എന്തായാലും വെക്കണം കേട്ടോ. എയർ ചൂട് പുറത്തേക്ക് പോകാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് മൂടി വെക്കേണ്ടത്. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതാ തുറന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതിന് പുക പോയി കഴിഞ്ഞില്ല കേട്ടോ. ചൂടുണ്ട്, നല്ല ചൂടുണ്ട് കേട്ടോ വെള്ളത്തിന്. കണ്ടില്ലേ, ഏകദേശം അരി ഏകദേശം ഒരു കുതിർന്ന ഒരു പാകമായി വന്നിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ കൈ കൊണ്ട് അമർത്തി നോക്കുന്ന സമയത്ത് ഇങ്ങനെ പൊടിഞ്ഞ് വരും കേട്ടോ. അതൊരു കറക്റ്റ് പാകമാണ് കേട്ടോ. കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുക്കുന്നേരം നടുഭാഗം ഇങ്ങനെ പൊടിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ കറക്റ്റാണ്. ഇനി ഇത് നമുക്ക് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കുക. കാരണം ഇതിൻ്റെ ചൂടല്ല, നല്ല ചൂടല്ല. അപ്പം നമുക്ക് ചാറിലിട്ട് അടിച്ചെടുക്കാൻ പാടാവും. അപ്പോൾ ഇത് നല്ലോണം കഴുകി കളയുക. അപ്പോൾ ചൂട് നല്ലോണം തണിഞ്ഞ് വരിക. ഇനി ഇതാ ഞാൻ ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം വിട്ടു വയ്ക്കുന്നുണ്ട്, റേഷൻ കടയിലത്തെ അരിയൊക്കെ വെച്ചാൽ ഏകദേശം 5 മിനിറ്റോ 10 മിനിറ്റോ കുതിർത്ത് വെച്ചാൽ മാത്രം മതിയാവും കേട്ടോ. അപ്പം വലിയ ചാറാവുമ്പോൾ പെട്ടെന്ന് തന്നെ കഴിയുമല്ലോ. അപ്പോൾ ഞാൻ വലിയ ചാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ അരി എടുക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾ 2 പ്രാവശ്യമാക്കിയിട്ട് അടിച്ചെടുത്താൽ മതിയാവേ. ഇനി ഇതാ ഒരു അരമുറി തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചുവന്നുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. 5-6 അല്ലി ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ വലിയ ജീരകമാണ്, പെരിഞ്ജീരകമില്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ, ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. വലിയ ജീരകമാണ് ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കുക. പട്ട ചെറിയ കുഞ്ഞി കഷ്ണം മതിയാവും, ഒരു ചുവക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. പിന്നെ ഞാൻ 1 ഏലക്കായൻ്റെ കുരു ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്രയും മതിയാവും കേട്ടോ, കൂടുതലായി പോവേണ്ട. 1 ഏലക്കായൻ്റെ കുരു മാത്രം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം അടിച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ ഒന്നും അരയേണ്ട ആവശ്യമില്ല കേട്ടോ. ഏകദേശം തരിയൊക്കെ നിന്നോട്ടെ. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നുള്ളല്ല, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളുള്ള വീടൊക്കെ വെച്ചാൽ പച്ചമുളകിൻ്റെ ആവശ്യമില്ല കേട്ടോ.
അങ്ങനെ തന്നെ അടിച്ചിട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് എരിവ് വേണമെങ്കിൽ വേണ്ടിയോ ലാഞ്ചാ പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. എരിവിട്ടാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇത് അടിച്ചെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കത്രിക എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ വെട്ടിയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇതേപോലെ പിടിച്ചിട്ട് ഞാൻ കത്രിക വെച്ചിട്ടൊന്ന് വെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില അവിടെ ഇവിടെയൊക്കെ ആവുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഞാനിത് മുഴുവനായിട്ട് ഒന്ന് ഇളക്കിയിട്ട് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന്. അധികം അരഞ്ഞിക്കില്ല, അവിടെ ഇവിടെ ഒക്കെ നമ്മളെ പുട്ടിൻ്റെ പൊടി കലക്കിയില്ലേ അതുപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ സ്റ്റോറേജ് ഫുള്ളായിട്ടാണ് കേട്ടോ. അത് മുഴുവനായിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റാതെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. നമ്മൾ അരച്ച മാവ് ഇതിൽ ടൈറ്റും വേണ്ട, അധികം നേർപ്പും വേണ്ട കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് പരുവാണ് കേട്ടോ. ഇനിയിപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഓരോ തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഞാൻ ആവിച്ചമ്പിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു 20 മിനിറ്റ് ആവി കയറ്റിയെടുക്കുക. ഈ ഒരു സമയം കൊണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടി എടുത്ത് വെക്കാം. കുറച്ച് മാത്രം മതിയാവേ. ഒരു 3 ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വേണമെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കലക്കിയെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയേ. ഇതിൽ ഒന്ന് നമ്മൾ മുക്കിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ മുളക് പൊടി അതിൻ്റെ മുകളിൽ കാണണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, ഇതേപോലെ ആക്കിയെടുത്താൽ മതി. അധികം മുയിപ്പുമല്ല അധികം നേർപ്പും അല്ലാത്തൊരു ടൈപ്പിലാക്കിയെടുക്കുക. കുറച്ചും കൂടി വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും കേട്ടോ. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെ അപ്പം ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് മാറ്റിയെടുക്കാം. ഇതേപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മളെ കയ്യിലേക്ക് വരും കേട്ടോ. കണ്ടില്ലേ, ഞാൻ ഇതിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നല്ലോണം വെന്ത് കഴിഞ്ഞാലാണ് പെട്ടെന്ന് ഇതേപോലെ നമുക്ക് അടുത്തി മാറ്റിയെടുക്കാൻ പറ്റും. മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ എടുക്കുന്നുണ്ട്. നമ്മളെ കയ്യിൽ മൈദ ആട്ട അരിപ്പൊടി ഒന്നും ഇല്ലെങ്കിൽ എന്തായാലും ചോറ് വെക്കുന്ന അരി നമ്മളെ കയ്യിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതി. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക്. അതൊന്ന് നല്ലോണം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പിലല്ലേ അതേപോലെ ഇട്ട് കൊടുക്കുക. കുറച്ചധികം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ബേക്കോട്ടേക്ക് വെച്ചാണ്. ഇനിതാ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഒരു സംഭവമില്ലേ, അവരപ്പം ഈ ഒരു മുളക് പൊടീൻ്റെ അകത്തേക്ക് മുക്കി കൊടുത്തിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുട്ടികളൊക്കെ ഉള്ള വീടുകളൊക്കെ വെച്ചാൽ മുളക് പൊടീൻ്റെ അകത്ത് മുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതേപോലെ തന്നെ ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊരിച്ച് കൊടുത്താൽ മതിയാവേ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് മുഴുവനായിട്ടും പൊരിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ ചെയ്തെടുക്കുകയെന്ന് വെച്ചാൽ. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക്. അധികം വെളിച്ചെണ്ണ കുടിക്കൊന്നുമില്ല കേട്ടോ. ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതിയല്ലോ. ഉൾഭാഗം വേവേണ്ട ആവശ്യമില്ലല്ലോ. പെട്ടെന്ന് തന്നെ മുരിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ മുഴുവനായിട്ടും ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപ്പം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടത്. കറിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറുങ്ങനെ വൈകുന്നേരത്തെ ചായക്കായാലും രാവിലത്തെ ചായക്കായാലും ഒക്കെ വെറുങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ ഇത് എണ്ണ കുടിക്കാത്തത് കാരണം ഇത് മുഴുവനായിട്ട് ഞാൻ ഈ ഒരു എണ്ണയിൽ തന്നെയാണ് കേട്ടോ പൊരിച്ചെടുത്തത്. കുറച്ച് മാത്രം വെളിച്ചെണ്ണ ആണ് കേട്ടോ ഞാൻ എടുത്തത്. വെളിച്ചെണ്ണ ആണല്ലോ ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ ഇത് പൊരിച്ചെടുക്കട്ടെ. ഇപ്പം കുറച്ച് മാത്രം ഒന്ന് പൊരിച്ചെടുത്തതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ഈ ഒരു അപ്പം? അടിപൊളിയല്ലേ? എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിട്ടോ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. നിങ്ങളിത് ആക്കി വെച്ചിട്ട് ചൂട് തണിഞ്ഞതിന് ശേഷം ഇതേപോലെ എടുക്കുക വെച്ചാൽ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചൂടോടെ വിട്ടെടുക്കുന്നതിനെ കൊണ്ടാണ് അടിഭാഗം രേശം ഒന്ന് പറ്റി പിടിച്ച പോലെ കാണുന്നത്. അപ്പോൾ ഇതാ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. ഇത് ചൂടോടൊക്കെ തിന്നുന്നതിലും ടേസ്റ്റ് ഉണ്ടാവുക ചൂട് തണിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാനിത് പൊട്ടിച്ച് കാണിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും.